സ്വതന്ത്ര മാധ്യമ പ്രവർത്തന രംഗത്ത് കൈക്കൊള്ളുന്ന നിലപാടുകളുടെ പേരിൽ എന്നും വിവാദ നായകനായി മാറുന്ന മറുനാടനെ ഒരു വൈദികൻ കരയിപ്പിച്ച കഥ ശ്രീ ഷാജൻ സ്കറിയ തന്നെ പങ്കുവയ്ക്കുന്നു. നേരെ വീഡിയോയിലേക്ക്. നമസ്കാരം. എന്നെ പിന്തുണച്ചുകൊണ്ട് നേരിട്ട് അറിയാവുന്നവരും അറിയാത്തവരുമായ നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴുള്ളത്. എന്നാൽ എന്നെ കരയിപ്പിച്ച് കളഞ്ഞത് എനിക്കൊരു പരിചയമില്ലാത്ത ഒരു ഫാദർ സൈമൺ വർഗീസിന്റെ കുറിപ്പാണ്. ജോൺസൺ പാലപ്പള്ളി എന്നു പേരുള്ള സോഷ്യൽ മീഡിയയിൽ സജീവമായി ഇടപെടുന്ന ഒരു വൈദികനാണ് ഈ കുറിപ്പ് എനിക്ക് അയച്ചു തന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്റെ സുഹൃത്തായ സൈമൺ അച്ഛന്റെ പോസ്റ്റാണ് തന്നത്. ആരാണ് ഈ സൈമൺ അച്ഛൻ എന്ന് പോലും എനിക്കറിയില്ല, ഞാൻ അറിയാൻ ആഗ്രഹിച്ചുമില്ല. പക്ഷേ എന്നെ സസൂക്ഷ്മം വീക്ഷിച്ച് ഇത്രയും ഹൃദയസ്പർശിയായ ഒരു കുറിപ്പ് എഴുതിയ സൈമൺ അച്ഛനെ എന്റെ കൂപ്പുകൈ. ഈ കുറിപ്പ് വായിച്ച് ഞാൻ കരഞ്ഞുപോയി. കരഞ്ഞെന്ന് പറഞ്ഞാൽ പോലും അപകടമാണ്. മാപ്പ് പറഞ്ഞു കരഞ്ഞെന്നാക്കുമെങ്കിലും കരഞ്ഞുപോയി എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ മനുഷ്യൻ എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ഷാജൻ സ്കറിയ. ഞാൻ ഈ മനുഷ്യന്റെ ആരാധകനൊന്നുമല്ല. വിയോജിപ്പുകൾ ഏറെയുണ്ട് താനും. പലപ്പോഴും പോസ്റ്റിലൂടെ അത് പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും അയാൾക്കെതിരെ അനുദിനമെന്നോണം അണിയറ വാഴുന്ന ഗൂഢാലോചനയുടെ അരങ്ങെത്തുന്ന തെളിവുകൾ ഈ മനുഷ്യനോടുള്ള എന്റെ ആദരവേറാൻ സ്വാഭാവിക നിമിത്തമാകുന്നു. സത്യം ഈ മനുഷ്യനെ അമ്പരപ്പിക്കുന്നു. ഇനി പറയുന്ന ഭാഗത്തിലെ ആദ്യത്തെ 2 വരി ഞാൻ ഉപയോഗിക്കുന്നില്ല. കാരണം എനിക്ക് കോടതി വിലക്കുള്ളത് കൊണ്ട് ഞാൻ നിയമ സംവിധാനത്തെ ബഹുമാനിക്കുന്നതുകൊണ്ട് ആ 2 വരി പറഞ്ഞാൽ അത് ആരെയാണോ ഉദ്ദേശിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ കാരണമാവുന്നത് കൊണ്ട് ഞാൻ പറയുന്നില്ല. അതിന്റെ തുടർച്ച ഇങ്ങനെയാണ്. അയാളുടെ കൂലിപ്പട്ടാളമാകട്ടെ അലറിക്കൂവി അരങ്ങ് തകർക്കുന്നു. ഷാജൻ തീർന്നെന്ന് മലർപ്പൊടി സ്വപ്നം കാണുന്നു. അപ്പോഴും ഇയാളാകട്ടെ കുക്കൂളായി അവിടങ്ങളിലെല്ലാം ചെന്ന് സെൽഫി എടുത്ത് അതും തന്റെ ജോലിയുടെ ഭാഗമാക്കുന്നു, വാർത്തയാക്കുന്നു. ജനം അയാളുടെ ഓരം ചേർന്ന് തന്നെ നടന്നുകൊള്ളുന്നു. ഗൂഢപദ്ധതികൾ പൊളിയുന്നതായി വ്യക്തമാക്കുന്നു. സൈബർ ഗുണ്ടകൾ ഒറ്റയായും കൂട്ടമായും ഭീകരാക്രമണങ്ങൾ അഴിച്ചുവിടുമ്പോൾ അവർ ആരെന്ന് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞ് അക്കൂട്ടരെ പരസ്യമായി അനാവരണം ചെയ്ത് ലജ്ജിപ്പിക്കുന്നു. മാധ്യമങ്ങൾ പൊതുവെ അധികാരവർഗത്തെ സുഖിപ്പിച്ച് കാര്യങ്ങൾ അനുകൂലമാക്കുമ്പോൾ ഇയാളോ അധികാരത്തിന്റെ ധിക്കാരത്തെ ഇടതു വലതു പക്ഷഭേദമന്യേ കാര്യകാരണ സഹിതം ജനസമക്ഷം അവതരിപ്പിക്കുന്നു. അധികാരക്കൂട്ടത്തിന്റെ അഴിഞ്ഞാട്ടത്തിന് മൂക്കുകയറുമായി ഓടി നടക്കുന്നു. അയാളുടെ വീഴ്ച അതിവർണ്ണനയോടെ അവർ ആഘോഷിക്കുമ്പോൾ താൻ പൂർവാധികം ശക്തിയോടെ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്ന വീഡിയോ തെളിവായി കാണിച്ച് അയാൾ അവരുടെ മുഖത്തു തന്നെ താഠനമേൽപ്പിക്കുന്നു. വിദേശത്തെ എയർപോർട്ടിലും പച്ചത്തെറി വിളിച്ച് അവഹേളിച്ചൊതുക്കാൻ അവർ കൊടിയ പകയോടെ ശ്രമിക്കുമ്പോൾ ഇയാളുടെ ബദ്ധശത്രുക്കൾക്ക് പോലും എയർപോർട്ട് തെറിവീരനെ ന്യായീകരിക്കാനാകാത്ത ഗതികേട് ശത്രുക്കളെ പരിഭ്രമിപ്പിക്കുന്നു. തുടർന്ന് അയാൾ മർദ്ദിക്കപ്പെട്ടെന്ന് പ്രചരിപ്പിക്കപ്പെടുന്നു. മൊബൈൽ തെറിക്കുന്നത് നേരിട്ട് കാണുന്ന ജനം ഷാജൻ പറയുന്നത് കൂടുതൽ വിശ്വസിക്കുന്നു. മർദ്ദനം പൊളിച്ചെന്നും സ്ഥിരം കലാപരിപാടിയായി മാറട്ടെ എന്നും പകാശംസ നടത്തി സ്വന്തം സ്വത്തും ബലി കഴിച്ചു പോലും ഒരു ജനപ്രതിനിധി പക വീട്ടാൻ കിട്ടിയ അവസരം മുതലാക്കാൻ ശ്രമിക്കുന്നു. ജനമാകട്ടെ അങ്ങനെ ഫേസ്ബുക്കിന്റെ ഭിത്തിയിലും ഇതര സൈബർ ഇടങ്ങളിലും തേച്ചൊട്ടിക്കുമ്പോൾ ആ പ്രതിനിധി ജനമനസ്സുകളിൽ നിധികെട്ട പ്രതിയുടെ നിലവാരത്തിലേക്ക് താഴ്ന്നു പോകുന്നു. ഷാദിന്റെ ശരീരം മൊത്തം മുറിവുകളാണെന്ന് മനസ്സിൽ പുണ്ണു നിറഞ്ഞ രാഷ്ട്രീയ വർഗീയ കൂട്ടം കഥമെനയുമ്പോൾ കുപ്പായമില്ലാത്ത തന്റെ ശരീരം ചൂണ്ടിക്കാട്ടി എവിടെയാണ് മുറിവുകളെന്ന് കാട്ടിത്തരാൻ അയാൾ അവരെ വെല്ലുവിളിക്കുന്നു. അതെ, ഈ ഒറ്റയാന്റെ തന്റെ ഇടം അനിതര സാധാരണമാണ്. ഇയാൾ ഒറ്റയ്ക്ക് ഏറ്റുമുട്ടുന്നത് നാട്ടിലേവരും ഭയപ്പെടുന്ന അധികാര വർഗീയ കൂട്ടുകെട്ടിനെതിരെയാണെന്ന് ഓർക്കണം. പലരും പറയാൻ മടിക്കുകയും പേടിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ തന്റെ ഇടത്തോടെ യാതൊരു വളച്ചുകെട്ടും കൂടാതെ മനുഷ്യൻ ലോകത്തോട് വിളിച്ചു പറയുന്നു. വിരട്ടലുകളിൽ തട്ടി വീഴാത്ത മനുഷ്യൻ പക്ഷേ വിമർശകർ വീട്ടുകാരെ ചേർത്ത് വ്യക്തിഹത്യം നടത്തുമ്പോൾ വികാരാധീനനാകുന്നു. ആ കരച്ചിലിന് പോലും അദ്ദേഹം രഹസ്യ സ്വഭാവം കൊടുക്കുന്നില്ല. തുടർന്നും വാട എന്ന് വിളിക്കുന്നവരുടെ പോട എന്ന് തന്നെ പറയുന്നു. ആക്ഷേപഹാസ്യം അസലായി അവതരിപ്പിക്കുന്നു. മതഭീകരതയ്ക്കെതിരെ ആഞ്ഞടിക്കുന്നു. ആരുമില്ലാത്തവരെ ആശ്വസിപ്പിക്കുന്നു. പത്രങ്ങൾ മുക്കുന്നവ ഇദ്ദേഹം പിറകെ നടന്നു പൊക്കുന്നു. മുക്കുന്നതിന് പിറകിലെ വർഗീയ രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ വിളിച്ചു പറഞ്ഞ് പൊളിച്ചടുക്കുന്നു. ഒപ്പം അവർ പൊലിപ്പിക്കുന്നവയുടെ മുകളിൽ അദ്ദേഹം യാഥാർത്ഥ്യത്തിന്റെ തണുത്ത വെള്ളം കോരിയൊഴിക്കുന്നു. അങ്ങനെ അയാൾ ഒരേ സമയം അധികാരവർഗത്തിന്റെയും വർഗീയ ഭീകരതയുടെയും കണ്ണിലെ കരടായി മാറുന്നു. അവ തരം കിട്ടുമ്പോഴൊക്കെ ഒറ്റയായും കൂട്ടമായും ഒളിഞ്ഞും തെളിഞ്ഞും കുട്ടിക്കരണം മറിഞ്ഞും അയാളെ ആക്രമിച്ച് രസിക്കാൻ ശ്രമിക്കുന്നു. അയാൾ അതെല്ലാം ജനത്തെ കാണിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ജനമാകട്ടെ അയാളെ വിശ്വസിക്കുന്നു, ഗൂഢപദ്ധതികൾ നിഷ്പ്രഭമാക്കുന്നു. തന്നെ ശത്രുക്കളുടെ നടുവിലൂടെ താൻ ഇന്ന സമയം ഇന്ന സ്ഥലത്തുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ലൈവായി തന്നെ നെഞ്ചു വിരിച്ച് സഞ്ചരിക്കുകയാണ് അയാൾ നിർഭയം. ശത്രുക്കളുടെ കുതന്ത്രങ്ങളെല്ലാം തനിക്ക് അനുകൂല തരംഗമാക്കി മാറ്റാനുള്ള അനിതര സാധാരണമായ വാഗ്വിലാസവും ചിന്താശക്തിയും കാര്യങ്ങൾ മുഖം നോക്കാതെ വിളിച്ചു പറയാനുള്ള തന്റെ ഇടവും എതിരാളികളുടെ മുഖം നോക്കി ആശയങ്ങൾ കൊണ്ട് അടിച്ചിരുത്തുവാനുള്ള അക്ഷരക്കരുത്തും ആത്മവിശ്വാസവും നമ്മിൽ അത്ഭുതം ജനിപ്പിക്കുന്നു. ഈ മനുഷ്യൻ ഇന്നിന്റെ വെറും ആവശ്യമല്ല, അത്യാവശ്യമാണ്. എ ബിഗ് സല്യൂട്ട് മിസ്റ്റർ ഷാജൻ. താങ്കളുടെ ശത്രുക്കളാണ് താങ്കളുടെ കരുത്ത്. ഹാറ്റ്സ് ഓഫ്. കണ്ണു നിറയരുത് എന്ന വാശിയോടുകൂടിയാണ് ഞാൻ ഈ കുറിപ്പ് വായിച്ചത്. കാരണം എന്നെ കണ്ണു നിറഞ്ഞാൽ
ഞാൻ ഭയന്ന് നിലവിളിക്കുന്നു, ഞാൻ പൊട്ടിക്കരയുന്നു, മാപ്പ് പറയുന്നു എന്നൊക്കെ പറഞ്ഞ് ചിലരെങ്കിലും രംഗത്ത് വരും. ഞാൻ പലപ്പോഴും കരയുന്നത് അല്ലെങ്കിൽ കണ്ണു നിറയുന്നത് ഭയന്നിട്ടില്ല. ഭയം എൻ്റെ അയൽപ്പക്കത്തു കൂടി പോയിട്ടില്ല. ജീവിതത്തിൽ സംഭവിക്കുന്നതിനെയൊക്കെ സധൈര്യം നേരിടാൻ ജീവിതം കൊണ്ട് പഠിച്ചയാളാണ്. ഭയം എൻ്റെ അയൽപ്പക്കത്തുള്ള ഒരു വികാരമല്ല. ആരെയും ഭയന്നിട്ടില്ല, ഭയന്ന് ഒരടി പോലും പിന്നിട്ടിട്ടുമില്ല. എനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഒരു സംഭവം ഉണ്ടാവുമ്പോൾ കരുതലോടെ കൈകാര്യം ചെയ്യുമെന്ന് മാത്രം. ഈ അടുത്ത കാലത്തുണ്ടായ ഒരു നിയമ പോരാട്ടം പോലെ. അല്ലാതെ ഒരിക്കലും ഞാൻ ഭയന്ന് പിന്മാറുന്ന രീതിയല്ല. എൻ്റെ രീതി അവസാനം വരെ പോരാടുക എന്നതാണ്. പോരാട്ടത്തിൽ വീരമൃത്യു വരിക്കുക എന്നതാണ്. ജയിക്കാൻ കഴിയില്ലെങ്കിൽ മരിക്കുക, അല്ലാതെ പിന്തിരിഞ്ഞോടുന്ന രീതി എനിക്കില്ല. പക്ഷെ ഞാൻ കരയും. എപ്പോഴാണെന്നറിയാമോ? നല്ല സ്നേഹം കാണുമ്പോൾ, നല്ല സത്യസന്ധത കാണുമ്പോൾ, നല്ല ആത്മാർത്ഥത കാണുമ്പോൾ, കൊടിയ അനീതി കാണുമ്പോൾ ഞാൻ കരഞ്ഞു പോവാറുണ്ട്. സിനിമകൾ കാണുമ്പോൾ അതിലെ ട്രാജഡി രംഗങ്ങളല്ല എന്നെ കരയിപ്പിക്കുന്നത്. നേരെ മറിച്ച് ആ സിനിമയിലെ അസാധാരണമായ സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും വികാരം കാണുമ്പോഴാണ്. വാർത്തകൾ കാണുമ്പോൾ എന്നെ കരയിക്കുന്നത് നിസ്സഹായതകൾ കാണുമ്പോഴാണ്. മക്കൾ ഒന്നും നോക്കാത്തത് കൊണ്ട് അമ്മയെ കൊന്നിട്ട് ഒരച്ഛൻ ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത വായിച്ചപ്പോൾ ഞാൻ ഒരുപാട് കരഞ്ഞുപോയി. അതൊക്കെ മാത്രമേ എന്നെ കരയിക്കൂ. അതുകൊണ്ടാണ് ഈ വൈദികന്റെ കുറിപ്പ് എന്നെ വല്ലാതെ കരയിച്ചത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എൻ്റെ വികാരം നിങ്ങൾ മനസ്സിലാക്കും എന്ന് കരുതിയാണ് ഞാനിത് നിങ്ങളുടെ മുൻപിൽ പങ്കുവച്ചത്.